ബോളിവുഡ് താരങ്ങളിൽ പലതുകൊണ്ടും വ്യത്യസ്തനാണ് ജോൺ എബ്രഹാം. കേരളത്തിൽ വേരുകളുള്ള ജോൺ എബ്രഹാമിൻ്റെ അടുത്ത കാലത്ത് വന്ന അഭിമുഖങ്ങളിൽ ഭൗമ രാഷ്ട്രീയത്തെപ്പറ്റിയും അന്താരാഷ്ട്ര പ്രശ്നങ്ങളെപ്പറ്റിയുമാണ് അദ്ദേഹം വാചാലനാകുന്നത്. എന്താണ് ജോൺ പറയുന്നത്? രാഷ്ട്രീയ മാധ്യമ ആദ്യ സ്രാപ്പ് കാണാം. സിക്സ് പാക്ക് മസിലുമായി സൂപ്പർ മോഡലായി വന്ന് എണ്ണം പറഞ്ഞ ഹിറ്റുകളിലൂടെ ബോളിവുഡ് കീഴടക്കിയ ജോൺ എബ്രഹാം ഇടയ്ക്കിടെ പൊതുവിഷയങ്ങളിൽ ചില അഭിപ്രായമൊക്കെ പറയാറുണ്ടെങ്കിലും ജിയോ പൊളിറ്റിക്സിലും അന്താരാഷ്ട്ര പ്രശ്നങ്ങളിലുമൊക്കെ സുവ്യക്തമായ നിലപാടുകൾ സൂക്ഷിക്കുന്നയാളാണെന്ന് അത്ര വെളിപ്പെട്ടിരുന്നില്ല. കേരളത്തിലെ തന്റെ വേരുകളാണ് തനിക്ക് ഭൗമരാഷ്ട്രീയത്തിൽ താല്പര്യമുണ്ടാക്കിയതെന്ന് താരം പറയുന്നു. ഇസ്രായേൽ പലസ്തീൻ പ്രശ്നത്തിലടക്കം ജോൺ എബ്രഹാമിന് വ്യക്തമായ നിലപാടുണ്ട്. അച്ഛൻ ചെറുപ്പം മുതലേ പത്രം വായിപ്പിക്കുകയും ടെലിവിഷൻ വാർത്തകൾ കാണാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. ഇന്റർനെറ്റ് ഇല്ലാതിരുന്ന കാലം മുതലേ സമഗ്രമായ പത്രവായന ശീലിച്ചത് രാഷ്ട്രീയം അടുത്തറിയാൻ സഹായിച്ചു. രാജ്യത്ത് വളരുന്ന വലതുപക്ഷ സ്വാധീനത്തിൽ ജോൺ എബ്രഹാം അസ്വസ്ഥനാണ്. ചാവ, കശ്മീരി ഫയൽസ് അടക്കം വലതുപക്ഷ രാഷ്ട്രീയം പറയുന്ന സിനിമകൾക്ക് കിട്ടുന്ന പ്രേക്ഷക പിന്തുണ തന്നെ അസ്വസ്ഥനാക്കുന്നുവെന്ന് പറയാൻ ജോൺ എബ്രഹാം മടി കാണിക്കുന്നില്ല. സെൻസർഷിപ്പ് വേണ്ടത് തന്നെ, പക്ഷേ അത് ആര് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതാണ് പ്രധാനമെന്നും താരം പറയുന്നു. RDX റാപ്പ് ന്യൂസ് മലയാളം. ഡാറ്റാ ഷീറ്റിൽ വിവരങ്ങളുണ്ട്, പക്ഷേ നമുക്ക് അങ്ങോട്ട് പോകാനുള്ള സമയമില്ല. ഇതിപ്പോൾ പക്ഷേ ഇത് വലിയ അത്ഭുതകരമാണ്. കാരണം ഇതുപോലത്തെ ഒരു ഇൻഡസ്ട്രിയിൽ നിന്നിട്ട് ഇങ്ങനെയുള്ള വർത്തമാനം പറയാന്നുള്ളത് അത് ഈ മലയാളികൾ എവിടെ പോയാലും ഇമാതിരി കുഴപ്പം കാണിക്കുന്നല്ലേ? അല്ല, അത് മുമ്പും, അതായത് ജോൺ എബ്രഹാം ഇങ്ങനെ തുറന്ന് കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരാളാണ് എന്നുള്ള ഒരു നല്ല പേര് അദ്ദേഹത്തിനുണ്ട്. അതിപ്പോൾ ചീത്തപ്പേരെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ എല്ലാവർക്കും മുമ്പും അറിയാം. അത് 2011-12 കണ്ടാണ് ഈ റിയാലിറ്റി ഷോകളെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം ഇത് ഭയങ്കര സ്ക്രിപ്റ്റഡ് ആണ്, ഇത് അലമ്പാണ് എന്നുള്ള മട്ടിൽ തന്നെ, അതായത് ആ സമയത്ത് റിയാലിറ്റി ഷോകൾ ഇങ്ങനെ കത്തി നിൽക്കുകയാണല്ലോ 2011 കാലത്ത്. ആ സമയത്ത് ഇതിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു ജോൺ എബ്രഹാം. അതുപോലെ പല ഘട്ടങ്ങളിലായി ഇപ്പോൾ സിനിമയുടെ നിലവാരത്തെക്കുറിച്ചൊക്കെ, ബോളിവുഡ് സിനിമയ്ക്ക് നിലവാരം ഇല്ല എന്ന് പറയുന്ന ഒരുപക്ഷെ ബോളിവുഡിലെ ഏക നടൻ ജോൺ എബ്രഹാം ആയിരിക്കും. അപ്പോൾ അങ്ങനെ നേരെ നിന്ന് വിമർശിക്കും ജോൺ എബ്രഹാം. അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങളൊക്കെ ഏറെ വൈവിധ്യമുള്ള താല്പര്യങ്ങളാണ്. നമുക്കറിയാം, ഈ ഒരു ഫുട്ബോൾ ക്ലബിൻ്റെ ഉടമയാണ് അദ്ദേഹം, നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള താല്പര്യങ്ങളും ഒക്കെയുള്ള ആ താല്പര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ആളാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ആ ഇൻ്റർവ്യൂവിൽ ഏറ്റവും കൗതുകരമായി തോന്നി. കാരണം ഇതൊക്കെ ജോൺ എബ്രഹാമിൻ്റെ നിലപാടുകളൊക്കെ തന്നെയാണ്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കാലത്ത് ഇങ്ങനെ രാഷ്ട്രീയം തുറന്നു പറയാൻ കഴിയുന്നു എന്നുള്ളത് വളരെ അത്ഭുതത്തോടെയാണ് രാജീവ് സർദേശായി കാണുന്നത് ജോൺ എബ്രഹാം അതൊക്കെ പറയുമ്പോൾ. കാരണം ഇപ്പോൾ ബോളിവുഡ് പോലെ ഒരു ഇൻഡസ്ട്രിയിൽ നിന്നിട്ട് സനീഷ് നേരത്തെ പറഞ്ഞതുപോലെ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുക, ഇത് വലതുപക്ഷ സ്വഭാവമുള്ള സിനിമകളെക്കുറിച്ച് പറയുക, പ്രൊപ്പഗാൻഡ സിനിമകൾ എന്നുള്ളത് പേരെടുത്ത് പറഞ്ഞിട്ടാണ്. പ്രൊപ്പഗാൻഡ സിനിമകൾ, ജാവയെക്കുറിച്ച് പറയുകയാണ്. ഇത് ബോളിവുഡ് ഇൻഡസ്ട്രിയിൽ ഭയങ്കര ഹിറ്റായി വന്ന ജാവയെക്കുറിച്ച് ഇത് പ്രൊപ്പഗാൻഡ സിനിമയാണ് എന്ന് അവിടെ നിന്ന് പറയാൻ കഴിയുന്ന ഏക നടൻ ഇദ്ദേഹം തന്നെയായിരിക്കും കേട്ടോ. അതായത് ഈ നിലയ്ക്കൊരു താര വ്യക്തിത്വത്തിന് അങ്ങനെ പറയാൻ കഴിയില്ല ബോളിവുഡിൽ. മാത്രമല്ല, ഈ കാശ്മീർ ഫയൽസിനെ കുറിച്ച് ആ പേരെടുത്ത് പറഞ്ഞിട്ടാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അങ്ങനെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നത്. പക്ഷേ അതിലേറ്റവും കൗതുകകരമായ കാര്യം, അത് കണ്ടിട്ടില്ലെങ്കിൽ ആളുകൾ പോയി കാണേണ്ടത്, അതിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിജീവിതവുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. കാരണം മദ്യപിക്കില്ല അദ്ദേഹം. മലയാളി സ്വത്വമുള്ളയാളാണെങ്കിലും അച്ഛന് നല്ല വിസ്കി പ്രേമിയാണെങ്കിലും ഞാൻ മദ്യപിക്കില്ല, 9:30 കിടക്കും, 4:30 എഴുന്നേറ്റിട്ട് വാർത്ത കാണും എന്നാണ്. തുടർച്ചയായി ഇരുന്ന് വാർത്തകൾ കാണുക എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ നേരം പോക്ക്. അതാണ് എനിക്ക് അത് കൺക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇന്റർവ്യൂ കൺക്ലൂഡ് ചെയ്യുന്നത് രസമായിട്ടാണ് രാജീവ് സർദേശായി. ഏതെങ്കിലുമൊക്കെ ന്യൂസ് ചാനലുകളുണ്ട്, ശ്രദ്ധിച്ചോണം, നിങ്ങളുടെ TRP റേറ്റ് കൂട്ടാൻ കൊള്ളാവുന്ന ഒരു ന്യൂസ് ആങ്കറായിട്ട് ഇദ്ദേഹത്തെ കൊണ്ടുപോകാവുന്നത്. ഇതിലിപ്പോൾ അതിനകത്ത് അതാണ് എനിക്കും ഇഷ്ടപ്പെട്ടത്. രാഷ്ട്രീയമായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിൽ 2 കാര്യങ്ങൾ. ഒന്ന്, ഈ 4:30 എഴുന്നേറ്റ് അയാൾ പത്രം വായിക്കും. ഇപ്പോഴും പത്രം വായിക്കും. ഇതിന്ന് സ്ഥിരമായിട്ട് വായിക്കും. പണ്ട് മുതലേ വായിക്കുമായിരുന്നു. ഇപ്പോൾ പല ആളുകൾക്കും പത്രം വായിക്കുന്ന ചതുർത്ഥിയാണല്ലോ. പക്ഷേ ഇയാൾ ഇരുന്ന് കുത്തിയിരുന്ന് രാവിലെ പത്രം വായിക്കും. രണ്ടാമത്തെ എനിക്ക് ഏറ്റവും കൗതുകം തോന്നിയത് ഇതൊന്നുമല്ല, അത് ഞാൻ പാർട്ടികളിൽ പോകാറില്ല, അവിടുത്തെ ലൗഡ് മ്യൂസിക് എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ പോകാറേ ഇല്ല എന്നാണ്. എനിക്കത് ഭയങ്കര രസമായിട്ട് തോന്നി. ഇയാൾ നമ്മളെപ്പോലത്തെ ഒരാളാണെന്ന് തോന്നുകയും ചെയ്തു. കലക്കും കലാകാരനും നല്ല രാഷ്ട്രീയം ഉണ്ടാകുന്നത് ശുഭസൂചകങ്ങളാണ്. പ്രത്യേകിച്ച് ഇന്ത്യയിലെ വർത്തമാനകാല സാഹചര്യത്തിൽ കേരളത്തിൻ്റെ മതേതര രാഷ്ട്രീയത്തെ പോലും വക്രീകരിക്കുന്ന പ്രോപ്പഗാൻഡ സിനിമകൾ രാജ്യത്ത് തലങ്ങും വിലങ്ങും ഓടുന്ന കാലത്ത്, അത്തരം വ്യാജ പ്രചാരണങ്ങൾ പിടിമുറുക്കുന്ന കാലത്താണ് ബോളിവുഡിൽ നിന്നൊരു നായക നടൻ കലയിലെ വലത് രാഷ്ട്രീയത്തെക്കുറിച്ച് ആശങ്കപ്പെടുന്നത്. ഇസ്രായേൽ പലസ്തീൻ യുദ്ധത്തിലടക്കം പീഡിപ്പിക്കപ്പെടുന്ന സമൂഹത്തിനൊപ്പം നിന്ന് നിലപാടെടുക്കുന്നത്. ബോളിവുഡ് പോലെ പണം വാരിയെറിയുന്ന സിനിമാ ലോകത്ത് നിന്ന് അത് പറയാൻ അസാമാന്യ ചങ്കൂറ്റം വേണം. അതുകൊണ്ടാണ് ജോണിനെ പറ്റി പറയാൻ RDX സമയം ചെലവഴിച്ചത്. ജോണിന് ആ നിലപാട് തുടരാൻ കഴിയട്ടെ എന്ന് RDX ആശംസിക്കുന്നു.